പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്ക് അറുതി വരുത്തുന്നതിന്റെ ഭാഗമായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ നിർണായക ഘട്ടത്തിലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗ്ചി സ്ഥിരീകരിച്ചു. ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ധാരണാപത്രം യാഥാർത്ഥ്യത്തോട് ഏറെ അടുത്തിരിക്കുകയാണെന്നും കരാർ ഒപ്പിടുന്നതിന് തൊട്ടടുത്തെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം എക്സിലൂടെ അറിയിച്ചു. ഇസ്ലാമാബാദിൽ വെച്ച് രൂപപ്പെട്ട ധാരണ അന്തിമമാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. കരാറിന്റെ ഉള്ളടക്കത്തെക്കുറിച്ച് വരുന്ന വാർത്തകൾ അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും ഔദ്യോഗികമായി അന്തിമരൂപം കൈവരിക്കുന്നതുവരെ കാത്തിരിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. ഇറാൻ വിദേശകാര്യമന്ത്രിയുടെ ഈ പ്രതികരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ചു. എന്നാൽ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന 14 ഇന നിർദ്ദേശങ്ങൾ സംബന്ധിച്ച റിപ്പോർട്ടുകളെ ട്രംപ് തള്ളിക്കളഞ്ഞു. അതേസമയം കരാറിനെതിരെ കടുത്ത നിലപാടുമായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു രംഗത്തെത്തി. താൻ അധികാരത്തിലിരിക്കുന്ന കാലത്തോളം ഇറാനെ ആണവായുധം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും ഇത് ട്രംപുമായുള്ള പ്രത്യേക ധാരണയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലബനൻ, ഗാസ, സിറിയ എന്നിവിടങ്ങളിലെ സുരക്ഷാ മേഖലകളിൽ നിന്ന് പിന്മാറില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രിയും ആവർത്തിച്ചു. നിലവിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും നയതന്ത്ര ചർച്ചകളിലൂടെ ഒത്തുതീർപ്പിലെത്താൻ ഇരുപക്ഷവും ശ്രമം തുടരുകയാണ്. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.